25% ഇന്ത്യൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനും സ്ത്രീകളെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതും നമ്മുടെ വർക്ക് റുട്ടീനെ അപ്സെറ്റ് ചെയ്യാൻ ഒക്കുന്നതും ഓരോ വർഷവും നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഡ്രൈ ഐ ഡിസീസ്. ഡ്രൈ ഐ ഡിസീസിൻ്റെ കോംപ്ലക്സിറ്റീസിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്കൊരു നോർമൽ കണ്ണിൽ, അതായത് ഡ്രൈനസ് ഇല്ലാത്ത ഒരാളുടെ കണ്ണിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സാധാരണ നമ്മുടെ കണ്ണിൻ്റെ സർഫസിൽ, അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ മുകളിലും കണ്ണിൻ്റെ വെള്ളയുടെ മുകളിലും പോളയുടെ അകത്തെ ഭാഗത്തും കണ്ണുനീരിൻ്റെ ഒരു ലെയർ പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട്. ഈ കണ്ണുനീരിൻ്റെ ലെയർ നമുക്ക് ടിയർ ഫിലിം എന്ന് നെയിം ചെയ്യാം. ഈ ടിയർ ഫിലിം എവിടെ നിന്ന് വരുന്നു? കണ്ണിൻ്റെ ടിയർ ഗ്ലാൻഡിൽ നിന്ന് ഒരു മേജർ ഭാഗം വരുന്നു, കണ്ണിൻ്റെ വെള്ളയെന്നുള്ള ഗ്ലാൻഡിൽ നിന്ന് കുറച്ച് വരുന്നു, ആൻഡ് പോളയ്ക്കകത്തുള്ള ഗ്ലാൻസിൽ നിന്നും കുറച്ച് വരുന്നു. ഈ മൂന്ന് സോഴ്സസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടിയർ ഫിലിം നമുക്ക് കണ്ണ് ഓരോ പ്രാവശ്യം അടച്ച് തുറക്കുമ്പോൾ പുതിയൊരു ഫ്രഷ് ടിയർ ഫിലിം കണ്ണിൻ്റെ സർഫസിൽ പടരുന്നു. എന്താണ് ഈ ടിയർ ഫിലിമിൻ്റെ പേർപ്പസ്? ഫസ്റ്റ്ലി ന്യൂട്രീഷൻ, നറിഷ്മെൻറ്റ്. ആ ടിയർ ഫിലിമിനകത്ത് നമ്മുടെ സർഫസിന് കൊടുക്കത്തക്ക രീതിയിൽ ഓക്സിജനും കെമിക്കൽസിനും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രൊട്ടക്ഷനാണ്. എക്സ്റ്റേണൽ പൊല്യൂട്ടൻസും മൈക്രോബ്സിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ആൻറ്റിബോഡീസും എൻസൈംസും ആ കണ്ണുനീരിലുണ്ട്. ഒരു ക്ലെൻസിങ് സിസ്റ്റം നമ്മുടെ കണ്ണിൽ ഓൾറെഡി ഫങ്ഷൻ ചെയ്യുന്നു സർഫസിൽ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ, നമുക്ക് ക്ലാരിറ്റി ഓഫ് വിഷൻ നൽകുന്ന ഒരു ലെയറും കൂടാണ്. ഓരോ പ്രാവശ്യം നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ എൻവയറമെൻറ്റ് പൊല്യൂട്ടൻസുമായിട്ട് ആദ്യം ഇൻറ്ററാക്ട് ചെയ്യുന്ന കണ്ണിൻ്റെ സർഫസ് ആണ് ഈ ടിയർ ഫിലിം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഈ ടിയർ ഫിലിം കണ്ണിന് നറിഷ്മെൻറ്റ് തരുന്നു, പ്രൊട്ടക്ഷൻ തരുന്നു, ക്ലെൻസിങ് ചെയ്യുന്നു, ക്ലിയറായിട്ട് കാണാൻ സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ അതിനെ എത്ര ഇഗ്നോർ ചെയ്യുന്നു, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഈ ഓരോ ബ്ലിങ്കിൻ്റെ ഇടയിൽ വെച്ച് ആ ടിയർ ഫിലിമിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ടല്ലോ എന്ന് സംശയം വരാം.